ഹലോ ഫ്രണ്ട്സ്, ദി അക്ബർ ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വന്യമൃഗങ്ങളുടെ അടുത്ത് മനുഷ്യർ അകപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചാനലിലേക്ക് ആദ്യമായി വരുന്നവർ ദി അക്ബർ ടോക്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സഫാരിക്ക് പോയ ചിലർ കാട്ടാനയുടെ വളരെ അടുത്ത് പോയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെടാത്ത ആ ആന വണ്ടിയെ ബലമായി മുട്ടിത്തള്ളുന്നു. ഇതിൽ ആ വണ്ടി വശങ്ങളിലേക്ക് ചെരിഞ്ഞു വീഴുന്നു. ഇന്ത്യയിലെ ഏതോ ഒരു പ്രദേശത്ത് എടുത്ത ഈ വീഡിയോയിൽ പക്കോട കടയിൽ ഒരാൾ പക്കോട വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപിടി കൂടിക്കൊണ്ടിരുന്ന രണ്ട് കാളകൾ അങ്ങനെ തന്നെ ആ പക്കോട കടക്കുള്ളിലേക്ക് പോകുന്നു. പക്കോട വാങ്ങാൻ വന്നവർ ചിതറി ഓടിയതോടുകൂടി ആ കടയും മൊത്തത്തിൽ നശിക്കുന്നു. ഇവിടെ ഒരു പശു പൂട്ടിയിട്ടിരുന്ന സലൂൺ കടയുടെ വാതിൽ തുറന്ന് അങ്ങനെ തന്നെ ഉള്ളിലേക്ക് കയറുന്നു. ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത അവിടെ ഉണ്ടായിരുന്നവർ ഞെട്ടലോടെ അങ്ങനെ തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. സഫാരിക്ക് പോയ ഈ കാറിനെ കാണ്ടാമൃഗമൊന്ന് കഠിനമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ കൊമ്പ് കൊണ്ട് ചില തവണ കുത്തിയതിനു ശേഷം കാറിന്റെ ഡ്രൈവർ അതിനെ മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകുന്നു. വന്യമൃഗങ്ങളുടെ അതിരുകളെ മാനിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര കോടിയുടെ കാർ വെച്ചിരുന്നാലും ഇതാണ് അവസ്ഥ. ഇവിടെ ഒരാൾ രാത്രി സമയത്ത് ജോഗിങ്ങിന് പോകുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ വഴിക്ക് പോയയാളെ ഒരു കാണ്ടാമൃഗം വിടാതെ ഓടിക്കുന്നു. ഇത് കണ്ട് ഭയന്നു പോയ അയാൾ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. കാളപ്പോരിന് അഴിച്ചുവിടപ്പെട്ട ഈ കാള ആ വഴിക്ക് ബൈക്കിൽ പോയവരെ വഴി തടഞ്ഞ് അവരുടെ ബൈക്കിനെ വേഗത്തിൽ വന്നു മുട്ടുന്നു. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത അവർ ബൈക്ക് തിരിച്ച് ആ സ്ഥലത്തു നിന്നും പോകുന്നു. കാടിനുള്ളിൽ 2 പേർ ഓഫ് റോഡ് സൈക്ലിംഗ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേഗത്തിൽ കുറുകെ വന്ന ഒരു കരടി മുന്നിൽ പോയയാളെ പിടിക്കാൻ നോക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വേഗം കൂടുതലായിരുന്നതുകൊണ്ട് ഓടിക്കുന്നത് നിർത്തിയിട്ട് അത് ആ വഴിക്ക് പോകുന്നു. ഈ സ്ത്രീ അവരുടെ വീടിന്റെ ഗ്യാരേജ് ഷട്ടർ തുറക്കുമ്പോൾ ഷട്ടറിലുണ്ടായിരുന്ന വലിയൊരു പാമ്പ് അവരെ കടിക്കാൻ നോക്കുന്നു. അവർ ശരിയായ സമയത്ത് മാറി നിന്നതുകൊണ്ട് പാമ്പിന് അവരെ കടിക്കാൻ പറ്റിയില്ല. ഈ വീടിന്റെ ഉമ്മറത്ത് ഒരു പാമ്പ് കിടപ്പുണ്ട്. ഇതറിയാതെ പുറത്തു വന്ന ഈ സ്ത്രീ കൃത്യമായി പാമ്പിന്റെ മുകളിലേക്ക് തന്നെ ചവിട്ടുന്നു. പാമ്പിന്റെ മുകളിലാണ് ചവിട്ടിയതെന്ന് മനസ്സിലായതും നിലത്തെറ്റി ആ വഴിക്ക് പോകുന്നു. പാമ്പ് അവരെ കടിക്കാൻ ശ്രമിക്കാതെ ഈ വശത്തേക്ക് പോകുന്നു. ഈ ദമ്പതികൾ റെസ്റ്റോറന്റിലിരുന്ന് ശാന്തമായി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീകൾ എന്ന് പറയുന്ന കടൽക്കാക്ക പക്ഷി വേഗത്തിൽ വന്ന് അവരുടെ പ്ലേറ്റിലുണ്ടായിരുന്ന വലിയൊരു ഇറച്ചിത്തുണ്ട് അങ്ങനെ തന്നെ കൊത്തിയെടുത്ത് പോകുന്നു. ഭക്ഷണം നഷ്ടപ്പെട്ട അവർ നെട്ടലിൽ ഇരിക്കുകയാണ്. ഇവിടെ ഒരാൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മീൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വന്ന് ബലമായി അടിക്കുന്നു. ഈ വ്യക്തി പടകിൽ വളരെ ശാന്തനായി സവാരി ചെയ്തു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ വശത്തേക്ക് തിരിഞ്ഞ ചെറിയൊരു ഗ്യാപ്പിൽ ഒരു വലിയ സൈസ് മീൻ അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന് വീഴുന്നു. ഒരു നിമിഷം നിലത്തെറ്റിപ്പോയ അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് നേരെയിരിക്കുന്നു. ഈ ദമ്പതികൾ അവരുടെ നായകളോടൊപ്പം വീടിനുള്ളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവരുടെ പിറകെ വന്ന ഒരു മാൻ അവസാന നിമിഷത്തിൽ അവരെ ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്നു. എന്നാൽ ഭാഗ്യവശാൽ അവർ സുരക്ഷിതമായി വീടിനുള്ളിലേക്ക് പോകുന്നു. അവരുടെ നായകളെ കണ്ട് ഭയന്നു പോയ ആ മാൻ ആക്രമിക്കാൻ ശ്രമിച്ചതായിരിക്കാം. പാർപ്പിട മേഖലയിലെ കാർ പാർക്കിങ്ങിലേക്ക് വന്ന ഈ കരടി അവിടെയുണ്ടായിരുന്ന ഒരു കാറിനെ തുടർച്ചയായി ആക്രമിക്കുന്നു. അടുത്ത് നിർത്തിയിട്ടിരുന്ന കാർ ആ സ്ഥലം വിട്ട് പോകാൻ തുടങ്ങിയതും അത് അതിന്റെ പിറകെ പോയി പിന്നെ വേറൊരു ദിക്കിലേക്ക് പോകുന്നു. പ്രായമായ ഒരു മുത്തശ്ശി അവരുടെ വീടിന്റെ പുറകുവശത്ത് ഒരു ചെയറിലിരുന്ന് നന്നായി ഉറങ്ങുകയാണ്. അപ്പോൾ അവിടെ വന്ന ഒരു കരടി അവരുടെ മുഖം മണത്തു നോക്കുന്നു. അരയുറക്കത്തിലുണ്ടായിരുന്നതിനാൽ അവർ ഭയന്നു പോയി എഴുന്നേൽക്കുന്നു. അവർ പേടിച്ചത് കണ്ട് ഭയന്ന കരടി ആ സ്ഥലം വിട്ട് ഓടിപ്പോകുന്നു. ഈ വ്യക്തി തന്നെ ഒരു മൃഗം ഓടിക്കുന്നതിനാൽ ജീവനും കൊണ്ട് ഓടുകയാണ്. അത്രയും ഭീകരമായ മൃഗം ഏതാണെന്ന് നോക്കിയാൽ അത് വെറുമൊരു ചെമ്മരിയാടാണ്. ഇവനല്ലാതെ വേറെ ആരും നമ്മളെ കണ്ട് പേടിച്ചോടില്ലെന്ന് ഓർത്ത് അതും അദ്ദേഹത്തെ വിടാതെ തുരത്തുന്നു. ഒരു വീടിന്റെ ഗേറ്റിനടുത്ത് വന്ന ഈ സിംഹത്തെ കണ്ട് വീട്ടിലുണ്ടായിരുന്ന 2 നായ്ക്കൾ കുരയ്ക്കുന്നു. സിംഹം നായ്ക്കളെ തിന്നാൻ വേണ്ടി ഗേറ്റ് തകർക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ ഗേറ്റ് തുറക്കുകയും ചെയ്യുന്നു.
എന്നാൽ വീട്ടിലെ ആളുകൾ വരുന്നത് കണ്ട് അത് ആ സ്ഥലം വിട്ടു പോകുന്നു. ഉപഭോക്താക്കൾ ശാന്തരായി നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന ഈ കടയ്ക്കുള്ളിലേക്ക് റോഡിൽ പോരാടിക്കൊണ്ടിരുന്ന 2 കാളകൾ തമ്മിലടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വരുന്നു. ഉള്ളിൽ വന്നതും ശാന്തരായ ആ കാളകൾ പുറത്തുപോയി വീണ്ടും പോരാട്ടം തുടങ്ങുന്നു. അടുത്തു നിന്നവർ പോരാട്ടം തടയാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന ഒരാളെ കാള മുട്ടിത്തള്ളുന്നു. അദ്ദേഹം താഴെ വീണതും വീണ്ടും ശാന്തമായ കാള ആ സ്ഥലം വിട്ടു പോകുന്നു. ഇവിടെ ചില തെരുവുനായകൾ ഒരു പന്നിയെ ഓടിച്ചു പോകുമ്പോൾ പന്നി നേരെ പോയി ഒരു ബേക്കറിയുടെ ഗ്ലാസ് വാതിൽ തകർക്കുന്നു. വാതിൽ തകർത്ത് വീണ്ടും ഓടിയ പന്നിയെ നായകൾ തുരത്തി പോകുന്നു. ഇവിടെ ഒരാൾ ഒരു ക്യാൻറ്റീനിലിരുന്ന് ശാന്തനായി ചായ കുടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പൂച്ചയും അതിനെ ഓടിച്ചുകൊണ്ട് ഒരു പുള്ളിപ്പുലിയും ഉള്ളിലേക്ക് വരുന്നു. ഇത് കണ്ട് ഭയന്നു പോയ ആ വ്യക്തി പുറത്തേക്ക് ഓടുന്നു. ഉള്ളിൽ ആളനക്കമുണ്ടെന്ന് മനസ്സിലാക്കിയ പുള്ളിപ്പുലി പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഈ വ്യക്തി പടകിന്റെ മീൻപിടുത്ത പ്ലാറ്റ്ഫോമിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ സ്രാവ് തുള്ളിച്ചാടി ഇയാളെ കടിക്കാൻ ശ്രമിക്കുന്നു. സ്രാവിനും ഇയാൾക്കുമിടയിൽ ആ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നതുകൊണ്ട് ഇയാൾക്ക് യാതൊരുവിധ പരിക്കും കൂടാതെ രക്ഷപ്പെടാൻ സാധിക്കുന്നു. ശാന്തമായിരുന്ന ഈ വീടിന്റെ വാതിൽ തകർത്ത് ഒരു മാൻ ഉള്ളിലേക്ക് വന്ന് വീഴുന്നു. വീടിന്റെ തറ വളരെ വഴുവഴുപ്പുള്ളതായതുകൊണ്ട് ആ മാൻ എഴുന്നേറ്റ് നിൽക്കാൻ നടത്തിയ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു. ഇതിനാൽ തളർന്നു പോയ ആ മാൻ തറയിൽ അങ്ങനെ തന്നെ കിടക്കുന്നു. മാനിനെ ഭയപ്പെടുത്തണ്ട എന്ന് കരുതിയ വീടിന്റെ ഉടമസ്ഥർ ഒതുങ്ങി ശാന്തരായി നിൽക്കുകയാണ്. ഇവിടെ സഫാരിക്ക് പോയ ചിലരെ ഒരു സിംഹം പിന്തുടർന്നു വരുന്നു. വാഹനം മെല്ലെ നീങ്ങുമ്പോൾ അതും മെല്ലെ നടന്ന് വാഹനത്തിന് തൊട്ടടുത്ത് തന്നെ വരുന്നു. ഒരു ഘട്ടത്തിൽ അത് ആക്രമിക്കാൻ പദ്ധതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ വാഹനം വേഗത്തിൽ ഓടിക്കുന്നു. എന്നാൽ വിടാതെ ആ സിംഹം തുടർന്നും അവരെ ഓടിച്ചു വരുന്നു. കാളകളുടെ കൂടെ പോയിക്കൊണ്ടിരുന്ന ഈ കാളക്കൂറ്റൻ ട്രാക്ടർ കണ്ടതും അതിനെ വഴിമറച്ച് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ വേഗത്തിൽ പോയി ട്രാക്ടറിൽ ഇടിച്ചതും അതിനു മുകളിലുണ്ടായിരുന്നയാൾ ഭയന്നു പോയി താഴേക്ക് ചാടുന്നു. കാള ട്രാക്ടറിന്റെ ഇഞ്ചൻ ഭാഗം കഠിനമായി തകരാറിലാക്കിയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. കാണാൻ വളരെ ഭയം തോന്നുമെങ്കിലും കാള ഓടുമ്പോൾ അതിന്റെ കാലുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതൊരു AI വീഡിയോ ആണെന്ന് വ്യക്തമായി അറിയാൻ സാധിക്കും. ഗേറ്റിന് വെളിയിൽ വലിയ സൈസ് പുലിയെ കണ്ടതും ഈ വ്യക്തി വേഗത്തിൽ ഗേറ്റ് അടയ്ക്കുന്നു. ഇയാൾ ഗേറ്റ് അടയ്ക്കുന്നത് കണ്ട ആ വലിയ പുലി ഇയാളെ ആക്രമിക്കാനായി നേരെ വന്ന് നടുവിൽ ഗേറ്റുള്ളത് ശ്രദ്ധിക്കാതെ ഗേറ്റിന് മുകളിലേക്ക് ഇടിക്കുന്നു. ആ ഇടിയിൽ ഗേറ്റ് തുറന്നെങ്കിലും ഗേറ്റ് തുറന്നപ്പോൾ ഉണ്ടായ വലിയ ശബ്ദം കേട്ട് ഭയന്ന് അത് ആ സ്ഥലം വിട്ട് ഓടുന്നു. തമിഴ്നാട്ടിലെ ഒരു വനമേഖലയിൽ ചിത്രീകരിച്ച ഈ വീഡിയോയിൽ കോപിഷ്ഠനായ ഒരു കാട്ടാന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തെ വേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോകുന്നു. ഭാഗ്യത്തിന് അതൊരു റോഡായതുകൊണ്ട് അവർ വാഹനം വേഗത്തിൽ ഓടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വീടിന് പിന്നിലുള്ള തടാകത്തിൽ നിന്ന് ഒരു ചെറിയ മുതല പിറകു വശത്തെ വാതിലിൽ വന്ന് നിൽക്കുന്നു. വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഭയന്നു നിൽക്കുമ്പോൾ അവരുടെ വളർത്തുനായ വളരെ ധൈര്യത്തോടെ ആ മുതലയെ നോക്കി കുരച്ച് പേടിപ്പിക്കുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ കയറി ഈ കരടി ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങൾ മോഷ്ടിക്കുന്നു. കാറിന് ചുറ്റും ആളുകൾ ഉള്ളത് കണ്ടിട്ടും കുറച്ചുപോലും ഭയമില്ലാതെ വിൻഡോ വഴി കാറിനുള്ളിലേക്ക് കയറുന്നു. ആൾ താമസമുള്ള സ്ഥലത്തേക്ക് വന്ന ഈ ആൺമാൻ ഒരു വീടിന്റെ ഗ്ലാസ് വാതിലിൽ സ്വന്തം നിഴൽ കാണുന്നു. അത് വേറൊരു ആൺമാനാണെന്ന് കരുതി അത് മുന്നറിയിപ്പ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ആ മാൻ അവിടെ നിന്ന് മാറാത്തതുകൊണ്ട് ദേഷ്യത്തിൽ ആ വാതിലിലേക്ക് ഇടിക്കുന്നു. ആദ്യത്തെ ഇടിയിൽ വാതിൽ തകർന്നില്ലെങ്കിലും ബലമായ രണ്ടാമത്തെ ഇടിയിൽ വാതിൽ തകർന്ന് തരിപ്പണമാകുന്നു. ഇന്ത്യയിലെ ഒരു ഗ്രാമപ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് ഈ മുതല ജനവാസ മേഖലയിലേക്ക് വന്നിരിക്കുന്നു. നാട്ടുകാർ അതിന്റെ കഴുത്തിൽ കയർ കെട്ടി അതിനെ വീണ്ടും പുഴയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ഏതോ ഒരു വ്യാപാര സ്ഥാപനത്തിനുള്ളിലേക്ക് 2 പന്നികൾ യാതൊരു ഭയവുമില്ലാതെ ഉള്ളിലേക്ക് വരുന്നു. റിസപ്ഷനിലുണ്ടായിരുന്നവർ അമ്പരപ്പോടെ പന്നികളെ നോക്കുന്നു. ഉള്ളിൽ ആളുകൾ ഉള്ളത് കണ്ടതും ആ പന്നികൾ പുറത്തേക്ക് പോകുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ നടന്ന അനുഭവം എന്തെങ്കിലും ഉണ്ടോ എന്ന് കമന്റിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അക്ബർ സൈനിങ് ഓഫ് ഫ്രം ദി അക്ബർ ടോക്സ്.